ഹലോ, ഇന്നൊരു അച്ചാർ പരിപാടിയാണേ. മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനായി മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ദിനുവേട്ടൻ ആളുടെ ഒരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കുകയാണ് അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം മാങ്ങ ചെറു കഷ്ണങ്ങളാക്കിയതിലേക്ക് മുളക് പൊടി കുറച്ചധികം എടുക്കണം കേട്ടോ, കാരണം സ്പൈസി പിക്കിളാണല്ലോ. പിന്നെ നമുക്കിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല അച്ചാർ പൊടി എടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതാണ് ദിനേട്ടൻ്റെ സ്പെഷ്യൽ അച്ചാർ കൂട്ട് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അച്ചാർ ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ അതിന് ശേഷം ആവശ്യത്തിന് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. എല്ലാ മാങ്ങ കഷ്ണങ്ങളിലേക്കും ഉപ്പും മുളകും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ പറയാൻ മറന്നുപോയി, ഇതിന് മുന്നേ നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വറവിടാം കേട്ടോ. വറവിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നല്ലെണ്ണയിൽ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ വറുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലവണ്ണം മുരിഞ്ഞ് വറുത്തെടുക്കണേ. ഇനി അതേ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഉലുവ, കടുക്, കറിവേപ്പില എല്ലാം താളിച്ച് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ മുന്നേ മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കുറേ കാലമായിരിക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അത് വറുത്തൊഴിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അച്ചാർ എങ്ങനെ കൂട്ടാൻ തോന്നും കേട്ടോ. അപ്പോൾ അതുപോലെ അച്ചാർ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ മാങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മാങ്ങ നമ്മൾ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണേൽ ഇരുന്നോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞങ്ങളുടെ പുതിയ സംരംഭമായ അച്ഛൻ്റെ അച്ചാറിലേക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ചൂരച്ചാർ, ബീഫ് അച്ചാർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.